ഇത് പിണറായി തെരു കാഞ്ഞിരങ്ങാട് ശ്രീ മഹാഗണപതി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി മമ്പറം റൂട്ടിൽ പിണറായി കമ്പൗണ്ടർ ഷോപ്പിൽ നിന്ന് ഏകദേശം 200 മീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന പത്മശാലിയ വിഭാഗത്തിലെ സമുദായ ക്ഷേത്രമാണ് ശ്രീ കാഞ്ഞിരങ്ങാട് മഹാഗണപതി ക്ഷേത്രം. ഏകദേശം 1000-ലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ കൊല്ലവർഷം 1074 വൃശ്ചിക മാസം തിരുവാതിര നാൾ തുടങ്ങി മകരമാസം തിരുവാതിര വരെ 3 മാസക്കാലം തൃക്കൂട്ടയാഗം നടന്ന ക്ഷേത്രമാണിതെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ പണ്ടുകാലം തൊട്ടേ ഗണപതി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ കാഞ്ഞിരങ്ങാട് മഹാഗണപതി ക്ഷേത്രം. അങ്ങനെയിരിക്കെ ഒരു നാൾ ഇവിടെ നിന്ന് കുറച്ചു ദൂരെ മമ്പറത്തിനടുത്തുള്ള കേളാലൂർ പൊയ്കൈക്കരികിൽ പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ 2 വിഗ്രഹങ്ങൾ പൊയ്കയിൽ പൊങ്ങിക്കിടക്കുന്നത് കാണുവാനിടയായി. 2 വിഗ്രഹങ്ങളും ഗണപതി രൂപത്തോട് കൂടിയവയായിരുന്നു. കുട്ടികൾ ഉടനെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു. ഇതുകണ്ട് ജ്യോതിഷ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ മഹർഷിമാർ യുഗങ്ങളായി ആരാധിച്ചു വന്നിരുന്ന വിഗ്രഹങ്ങളാണിതെന്നും അവർ അവിടെ നിന്ന് പോകുമ്പോൾ പൊയ്കയിൽ നിക്ഷേപിച്ചതാണിതെന്നും കണ്ടു. ഒരു വിഗ്രഹം കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കും മറ്റേത് പിണറായി മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണെന്നും ജ്യോതിഷവശാൽ തെളിഞ്ഞു. എന്നാൽ ഇതെങ്ങനെ തിരിച്ചറിയുമെന്ന് ആരാഞ്ഞപ്പോൾ പൊയ്കക്കരികിൽ ശുദ്ധമായ വെള്ളവസ്ത്രം വിരിച്ച് പ്രാർത്ഥിച്ചാൽ വിഗ്രഹം അതിൽ തുള്ളി വീഴുമെന്നും അറിയിച്ചു. അങ്ങനെ വിരിച്ച മാറ്റിൽ വിഗ്രഹം തുള്ളി വീഴുകയാണ് ഉണ്ടായത്. എന്നാൽ പൊയ്കയിൽ നിന്ന് എഴുന്നള്ളിച്ച് വിഗ്രഹം കൊണ്ടുവരുമ്പോൾ വഴിയിൽ ഒരു കുന്നിനരികിൽ എത്തിയപ്പോൾ ആളുകൾക്ക് ആ വിഗ്രഹം ചുമക്കുവാൻ വയ്യാതെ അത്രയും ഭാരം കൂടി വരുന്നതായി അനുഭവപ്പെട്ടു. ഇതിൻ്റെ കാരണമാരാഞ്ഞ് ജ്യോതിഷ പ്രശ്നചിന്ത നടത്തിയപ്പോൾ കേളാലൂർ പൊയ്കയിൽ നിന്ന് ചുമന്നു കൊണ്ടുവരുന്ന വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠ ചെയ്യണമെങ്കിൽ ഇവിടെ നിലവിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഗണപതി വിഗ്രഹം മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്ന് പ്രശ്നചിന്തയിൽ തെളിഞ്ഞു. അതിൻ പ്രകാരം പഴയ ഗണപതി വിഗ്രഹം ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന മാവും ചെമ്പകവും കൂടിച്ചേർന്ന് ഒരു മരമായി മാറിയ തറയിൽ പ്രതിഷ്ഠിച്ചു. ഇതാണ് ഇന്ന് കാണുന്ന മൂലഗണപതി. പൊയ്കയിൽ നിന്നും കൊണ്ടുവന്ന ഗണപതിയുടെ രൂപത്തോടു കൂടിയ കൃഷ്ണശിലാ വിഗ്രഹം പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ തറയിലാണ് ആദിമൂല ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതായത് മുൻപുണ്ടായിരുന്ന ഗണപതി വിഗ്രഹത്തെ. ഈ ഗണപതി വിഗ്രഹത്തിന് സമീപത്തായി തന്നെയാണ് ശ്രീ വയത്തൂർ കാരിയാർ പ്രതിഷ്ഠയും ഉള്ളത്. കൂടാതെ ഉപദേവന്മാരായി വേട്ടയ്ക്കൊരുമകൻ, ഊർപ്പഴശ്ശി, ശ്രീപോർക്കലി ഭഗവതി, ശ്രീകൂറുമ്പ ഭഗവതി, ശ്രീ മുണ്ടയാമ്പറമ്പിലമ്മ, ശ്രീ കൊടുങ്ങല്ലൂരമ്മ എന്നീ ദേവിമാരും ഈശാനകോണിൽ പുറങ്കാലൻ ഗുളികനും കുടിയിരിക്കുന്നു.
പണ്ടത്തെ നാടുവാഴികളുടെ പിൻഗാമികൾ പന്നിയോടൻ തറവാട്ടുകാരായിരുന്നു. അവരാണ് ഈ ക്ഷേത്രത്തിന് വേണ്ട സ്ഥലം നൽകിയത്. അതിൻ്റെ നന്ദി സൂചകമായി പന്നിയോടന്മാരും ക്ഷേത്രസ്ഥാനികന്മാരും ചേർന്ന് കൂട്ടുസംഗമം വർഷത്തിലൊരിക്കൽ നടത്താറുണ്ടെന്ന് ചരിത്രം പറയുന്നു. ധാരാളം സ്വത്തുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലമെല്ലാം ഇന്ന് അന്യാധീനമായിരിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ വിഷു, വിനായക ചതുർത്ഥി, വൃശ്ചികം 1 മുതൽ ധനു 10 വരെ നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം. മണ്ഡലകാലത്തിൻ്റെ അവസാന ദിവസം രാത്രി സഹസ്ര കുംഭാഭിഷേകം നടക്കുന്നു. മകരമാസത്തിലെ തിരുവാതിര, കുംഭം 4-നുള്ള പ്രതിഷ്ഠാദിനം, ശിവരാത്രി, എല്ലാ മാസവുമുള്ള സംക്രമം, ഇതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ. തായമ്പകയോടുകൂടിയ തിരുവത്താഴ പൂജകളും നേർച്ചയായി ഈ ക്ഷേത്രത്തിൽ നടത്തുവാറുണ്ട്. ഉണ്ണിയപ്പമാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം. സർവവിഘ്നങ്ങളും മാറ്റുന്ന സാക്ഷാൽ ശ്രീ മഹാഗണപതി ഉഗ്രപ്രതാപത്തോടുകൂടി ഉപദേവന്മാരോടുകൂടിയും ഭക്തജനങ്ങൾക്ക് അഭീഷ്ടവരദായകനായി ഈ കാഞ്ഞിരങ്ങാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. കാഞ്ഞിരങ്ങാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമാണ് പിണറായി ഓലയമ്പലം ടൗണിലുള്ള പഴശ്ശിക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെ ഉഗ്രമൂർത്തിയായ വനദുർഗയാണ് പ്രതിഷ്ഠ. തെക്ക് മുഖമായുള്ള ഈ ദേവീക്ഷേത്രത്തിൽ നട്ടുച്ചയ്ക്ക് പോലും സൂര്യരശ്മികൾ എത്തിനോക്കുവാൻ ഭയക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റും വനമാണ്. ധാരാളം ഔഷധ സസ്യങ്ങൾ കെട്ടുപിണഞ്ഞു നിൽക്കുന്ന വള്ളിപ്പടർപ്പുകൾ, ചെറുപക്ഷികളുടെ ശബ്ദം, എല്ലാം കൊണ്ടും ഭയം തോന്നുന്ന അന്തരീക്ഷമാണ് ഇവിടെ. വളരെ പഴക്കം ചെന്നതും എന്തൊക്കെയോ പണ്ടുകാലത്ത് നടന്നതായും സൂചിപ്പിക്കുന്ന ഒരു പൊളിഞ്ഞ വലിയ തറയുടെ ഭാഗങ്ങളും ഇവിടെ കാണാം. പൂവൻ കോഴിയെ അറുത്ത് ഗുരുസി കർമ്മം ആണ് ഇവിടെ നേർച്ചയായി നടത്തുവാറുള്ളത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. എങ്കിൽ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.